നമസ്കാരം. കൽതായി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. വിശുദ്ധ കന്യക മാർത്തുമറിയത്തിന്റെ വേർപാടിനെ അനുസ്മരിച്ചും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനവും വിവിധ ഇടവകകളിൽ സമുചിതമായി ആഘോഷിച്ചു. കരുതൽ ഭിന്നശേഷി കൂട്ടായ്മയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 2024 ഓഗസ്റ്റ് 25-ന്. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രാണൻ നഷ്ടപ്പെട്ട ഇവർക്കുമായി സഭയിലെ വിവിധ ഇടവകകളിൽ പ്രാർത്ഥനകളും പൊതു അനീതയും നടത്തി. വാർത്തകൾ വിശദമായി. തൃശൂർ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ CBCI സാമൂഹ്യ സേവന വിഭാഗമായ കാരിത്താസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യസ് മാർച്ച് ഫോർ ലൈഫ് സമ്മേളനവും ബഹുജന റാലിയും നടത്തി. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. KCBC വൈസ് പ്രസിഡന്റും ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷനുമായ മാർ പോളി കണ്ണുകാടൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ യോഹന്നാൻ മാർ തിയോഡോഷ്യസ്, നാഷണൽ എക്യുമെനിക്കൽ പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, കൽതായ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ഓഗൻ കുര്യാക്കോസ്, പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, മാർ ടോണി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. അഭിമന്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത റാലിക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. From the moment of conception to its natural end, and uphold the sanctity of human life, I will work tirelessly against the evil of forced abortion and support a culture that respects the dignity of all human beings. 2024 ഓഗസ്റ്റ് 15 വിശുദ്ധ കന്യക മാർത്തുമറിയത്തിന്റെ വേർപാട് തിരുനാളിൽ നടത്തര മാർ നർസൈ പള്ളിയിൽ അഭിമന്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ അഭിമന്യ തിരുമേനി ദേശീയ പതാക ഉയർത്തി. വിശുദ്ധ കന്യക മറിയത്തോടുള്ള സഭയുടെ നിലപാട് ചരിത്ര താളുകളിലൂടെ വിശ്വാസ സമൂഹത്തെ പ്രബോധിപ്പിക്കുകയും സ്വതന്ത്ര ഇന്ത്യയുടെ ഭാവിയിൽ ക്രിസ്തീയ സമൂഹത്തിന്റെ പങ്കാളിത്തം ഊർജിതമാക്കേണ്ടതിന്റെ ആവശ്യകതയും അഭിമന്യ തിരുമേനി ഊന്നിപ്പറയുകയുണ്ടായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് കേന്ദ്ര മന്ദിരത്തിന് മുന്നിൽ ചെയർമാൻ ശ്രീ ജേക്കബ് ബേബി ഉലക്കെങ്കിൽ ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർമാൻ ശ്രീ രാജൻ ജോസ് മണ്ണുത്തിയും കേന്ദ്ര ട്രസ്റ്റിമാരും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ സഭയുടെ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിന് കീഴിലുള്ള ചാരിറ്റി കമ്മിറ്റിയുടെ വിഭാഗമായ കരുതൽ ഭിന്നശേഷി കൂട്ടായ്മയുടെ ആദ്യ യോഗം 2024 ആഗസ്റ്റ് 10-ന് കാലിയൻ സിറിയൻ സ്കൂൾ ഹാളിൽ നടന്നു. അഭിമന്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീ PD ഫ്രാൻസിസ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കരുതലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം 2024 ഓഗസ്റ്റ് 25-ന് 2 മണിക്ക് മാർത്തുമറിയം വലിയ പള്ളി ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അഭിമന്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനാകുന്ന ഉദ്ഘാടന ചടങ്ങിൽ DLSA ജഡ്ജ് അഡ്വക്കേറ്റ് സരിത രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. യൂത്ത്സ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സഭയുടെ കീഴിലുള്ള മാർ തിമോത്തിയോസ് ഓർഫനേജിൽ സംഘടിപ്പിച്ചു. കേന്ദ്ര യൂത്ത് ജനറൽ സെക്രട്ടറിയായ ശ്രീ ജോഫി ജോൺ ഒല്ലുകാരൻ പതാക ഉയർത്തി. സഭയുടെ വൈസ് ചെയർമാൻ ശ്രീ രാജൻ ജോസ് മണ്ണുത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കേന്ദ്ര യൂത്ത് വൈസ് പ്രസിഡന്റ് ഗിഫ്റ്റൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും കുട്ടികളുടെ സ്വാതന്ത്ര്യദിന പരിപാടികളും ഉണ്ടായിരുന്നു. കമ്മിറ്റി അംഗങ്ങളായ പോൾ, നിതിൻ, ജിസ്, ലിൻസൺ, ആൽബിൻ എന്നിവർ നേതൃത്വം നൽകി. മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതി 2022-25 ആഭിമുഖ്യത്തിൽ മെയ്സ് നാടകോത്സവം 2024 ഓഗസ്റ്റ് 18-ന് വൈകിട്ട് 7 മണിക്ക് മാർത്തുമറിയം വലിയ പള്ളി അങ്കണത്തിൽ സംഘടിപ്പിക്കുന്നു. ഒന്നാം സമ്മാനം കാളിങ്കര ദേവസി സ്മാരക എവർ റോളിംഗ് ട്രോഫിയും മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതി നൽകുന്ന 5000 രൂപ ക്യാഷ് അവാർഡും. നടത്തറ മാർ നർസൈ പള്ളി യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ക്രിസ്തുവിന്റെ സഞ്ചാരികൾ ലെറ്റ്സ് ടുഗദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന ആശയത്തിൽ ഇടവകയിലെ യുവജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ വിളിച്ചോതുവാൻ ഒരു ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചു. അഭിമന്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് നടത്തുകയും ക്രിസ്തീയ സ്നേഹത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സഞ്ചാരികളാകേണ്ടതുണ്ട് എന്ന് യുവജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷവും ശൂനായ തിരുനാളും മാർത്തുമറിയം വലിയ പള്ളിയിൽ സമുചിതമായി ആഘോഷിച്ചു. സാമൂഹ്യ ക്ഷേമ പരിപാടികളുടെ ഭാഗമായി വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരുന്നു. ആയതിന്റെ ഉദ്ഘാടനം അഭിമന്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. 210 പേർക്കുള്ള ഡയാലിസിസ് സഹായ പദ്ധതി,
ദന്തപരിശോധനാ ക്യാമ്പ്, നേത്രപരിശോധന, ഹോമിയോപ്പതി ക്യാമ്പുകൾ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ചിരുന്നു. ഒട്ടനവധി ആളുകൾ സന്ദർശിക്കുകയും വൈദ്യസഹായം തേടുകയും ഉണ്ടായി. നേത്രപരിശോധനാ ക്യാമ്പിൽ അർഹരായവരെ സൗജന്യ ശസ്ത്രക്രിയക്കായി തിരഞ്ഞെടുത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. വിശുദ്ധ കന്യക മാർത്തുമറിയത്തിന്റെ വേർപാടിനെ അനുസ്മരിച്ച് പറോട്ടാനി മാർ അദ്ദായി സ്ലീഹ പള്ളിയിൽ ശൂന്യായ തിരുനാൾ ആഘോഷിച്ചു. വികാരി റവറൻ റൂണോ വർഗീസ് കശീശ വിശുദ്ധ കുർബാനയിൽ കാർമ്മികനായി. 78ാം സ്വാതന്ത്ര്യദിനാഘോഷവും പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നു. റവറൻ റൂണോ വർഗീസ് കശീശ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഡീക്കൻ അബി ആന്റണി സന്നിഹിതനായിരുന്നു. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ശൂന്യായ തിരുനാളിന്റെ ഒരുക്കത്തിനായി വിമൺസ് യൂത്ത് അസോസിയേഷൻ 15ാം നൊയമ്പിൽ കുടുംബ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്നതിനായി മധ്യസ്ഥ പ്രാർത്ഥനാ കാർഡും ഓഗസ്റ്റ് 11 ശൂന്യായ കൺവെൻഷനും മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 14 ഓർമ്മദിന ശുശ്രൂഷയും സംഘടിപ്പിച്ചു. ചേലക്കോട്ടുകര മാർ അപ്രേം പള്ളിയിൽ വിശുദ്ധ മാർത്തുമറിയത്തിന്റെ ഓർമ്മദിനത്തിൽ നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ CD പോളിയച്ചൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഇടവക യൂത്ത് അസോസിയേഷന്റെയും പാരിഷ് കൗൺസിലിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ SSLC +2 മറ്റു ബിരുദ കോഴ്സുകൾ വിജയിച്ചവരെ ആദരിച്ചു. SSLC +2 ഫുൾ A+ നേടിയവർക്ക് ക്യാഷ് അവാർഡ് നൽകി. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളി യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം നടന്ന യോഗത്തിൽ വെച്ച് ഇടവകയിലെ SSLC +2 ഡിഗ്രി, ഡിപ്ലോമ, മറ്റു ഉന്നതതല പരീക്ഷകളിൽ വിജയിച്ചവരെ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജാക്സ് ചാണ്ടി കശീശയും സഹവികാരി ബിനോയ് നിരപ്പത്ത് കശീശയും വിജയികളായവർക്ക് ട്രോഫികൾ നൽകി ആദരിച്ചു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളി വികാരി റവറൻ ജാക്സ് ചാണ്ടി കശീശ വൈദിക ശുശ്രൂഷയിൽ 26 വർഷം പൂർത്തീകരിച്ചതിൽ 15/8/2024 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. ചെറൂർ മാർ ഗീവർഗീസ് സഹദ പള്ളി യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഇടവക വികാരി ഫാദർ വിനോദ് തിമോത്തി കശീശ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഇടവക യൂത്ത് അസോസിയേഷൻ മധുരപലഹാര വിതരണം നടത്തി. ഫാദർ ജിനു ജോസ് കശീശ, ഇടവക കൈക്കാരന്മാരായ ശ്രീ വിനോദ് ഡേവിസ്, ശ്രീ തോമസ് ബേബി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവക യൂത്ത് പ്രവർത്തകരായ ജിതിൻ, ലിൻസ്, ഷിനോയ്, ലിൻസൺ എന്നിവർ നേതൃത്വം നൽകി. പടിഞ്ഞാറേക്കോട്ട മാർ ഓഗിൻ തുവാന പള്ളിയിൽ മാർത്തുമറിയത്തിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേശീയ പതാക ഉയർത്തി. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളിയിൽ സഭയിലെ സീനിയർ വൈദികരിലെ AC അന്തോണി കശീശ പതാക ഉയർത്തി. തദവസരത്തിൽ വികാരി സിജോ ജോണി കശീശ, അസിസ്റ്റന്റ് വികാരി അബിൻ ബാബു കശീശ, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, മറ്റു ഇടവക വിശ്വാസികൾ സന്നിഹിതരായിരുന്നു. കുരിയച്ചിറ മാർ മാറിസ്ലിഹ പള്ളിയിൽ ശൂന്യായ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ കശീശ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തുകയും യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മധുര വിതരണം നടത്തുകയുമുണ്ടായി. കോഴിക്കോട് മാർ തിമോത്തിയോസ് പള്ളിയിൽ പരിശുദ്ധ കന്യക മറിയത്തിന്റെ ശൂന്യായ തിരുനാളും രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനവും സമുചിതമായി ആഘോഷിച്ചു. രാവിലെ 7 മണിക്ക് ശൂന്യായ തിരുനാൾ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ഇടവക വികാരി ബിനു ജോസഫ് പോന്നോക്കാരൻ നേതൃത്വം നൽകി. തുടർന്ന് ദേശീയ പതാക ഉയർത്തി പ്രതിജ്ഞയ്ക്ക് ശേഷം ദേശീയ ഗാനം ആലപിച്ചു. മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. പറോട്ടാനി മാർ അദ്ദായി സ്ലീഹ പള്ളി വിമൺസ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കർത്താവിന്റെ മാതാവായ കന്യക മാർത്തുമറിയത്തിന്റെ വേർപാടിനെ അനുസ്മരിക്കുന്ന ശൂന്യായ തിരുനാളിന് മുന്നോടിയായി ശൂന്യായ സുവിശേഷ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 15 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവക കൊയറിന്റെ ഗാന ശുശ്രൂഷയോടെ കൺവെൻഷൻ ആരംഭിച്ചു. സഹവികാരി റവറൻ തിമോത്തിയോസ് ജോയ് കശീശ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ദിവ്യശ്രീ അബി ആന്റണി പുള്ളുക്കാരൻ ചമ്മാശൻ കന്യക മറിയത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി വചനദൂത് നൽകി. സെക്രട്ടറി ഷിൻസി നിയോ നന്ദി പ്രകാശിപ്പിച്ചു. വികാരി റവറൻ റൂണോ വർഗീസ് കശീശയുടെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ കൺവെൻഷൻ സമാപിച്ചു. നടത്തറ മാർ നർസൈ പള്ളിയിലെ മഹിളാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 2024 ഓഗസ്റ്റ് 15 വിശുദ്ധ കന്യക മാർത്തുമറിയത്തിന്റെ വേർപാട് തിരുനാളിൽ പട്ടിക്കാട് ചെമ്പുത്രയിലുള്ള ദി ഹൗസ് ഓഫ് സെന്റ് മേരി എന്ന ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയുണ്ടായി. മറിയം വീടിലെ ഒരു ദിവസത്തെ ചിലവ് മുഴുവൻ മഹിളാ സമാജം വഹിക്കുകയുണ്ടായി. അന്തേവാസികൾക്ക് സ്നേഹോപകാരം നൽകുകയുണ്ടായി. ക്രിസ്തീയ സ്നേഹം പങ്കിടുവാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. കന്യക മറിയത്തിന്റെ വേർപാട് തിരുനാളിൽ മറിയം വീട് സന്ദർശിക്കുവാൻ ദൈവം കൃപ ചെയ്തു നിയോഗം നൽകിയെന്ന് സമാജം സെക്രട്ടറി ഷെൽവി സൈമൺ തന്റെ പ്രസംഗത്തിൽ പങ്കുവച്ചു. ശൂന്യായ തിരുനാളിനോടനുബന്ധിച്ച് മാർ യോഹന്നാൻ മാംദാന പള്ളി കിഴക്കേക്കോട്ട മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ചാരിറ്റിയുടെ ഭാഗമായി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി. പുത്തൂർ മാർ ബീശോ ഇടവക യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2024 ഓഗസ്റ്റ് 11 ഞായറാഴ്ച ഇടവകയിൽ ഫാമിലി യൂത്ത് അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. പ്രമുഖ ഇൻസ്പിറേഷൻ സ്പീക്കറായ
ശ്രീ പ്രവീൺ ചിറയത്ത് ക്ലാസ് നയിച്ചു. ഇടവക വികാരി ഫാദർ നിംസൺ വർഗീസ് കശീശ അധ്യക്ഷത വഹിച്ചു. വുമൺ യൂത്ത് അസോസിയേഷൻ കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡോക്ടർ സിസ്റ്റേഴ്സ് ജിൻസി ഓത്തോട്ടിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ യൂത്ത് കോൺഫറൻസിന് മാർ യോഹന്നാൻ മാംദാന പള്ളി കിഴക്കേക്കോട്ട ഇടവകയിൽ നിന്നും പങ്കെടുത്തവർക്ക് പാരിഷ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 ഓഗസ്റ്റ് 11 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അനുമോദനം നൽകി. യൂത്ത് കോൺഫറൻസ് പോലെ ബൃഹത്തായ ഒരു പരിപാടി നയിച്ച ഇടവക അംഗങ്ങളായ യൂത്ത് അസോസിയേഷൻ കേന്ദ്ര സമിതി സെക്രട്ടറി ജോഫിൻ ജോണിനെയും വിമൺ യൂത്ത് അസോസിയേഷൻ കേന്ദ്ര സമിതി സെക്രട്ടറി ഫെബി കെവിനെയും ഇടവക വികാരി അഭിനന്ദിച്ചു. കോൺഫറൻസിൽ പങ്കെടുത്തവർക്ക് ലഭിച്ച അറിവുകൾ ഇടവക യൂത്ത് അസോസിയേഷന് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പറോട്ടാനിമാർ അദായ് സ്ലീഹപ്പള്ളി യൂത്ത് അസോസിയേഷൻ തിരുവോണ നാളിൽ നടത്തുന്ന പായസ വിൽപ്പനയുടെ കൂപ്പൺ പ്രകാശനം വികാരി റവറൻ റൂണോ വർഗീസ് കശീശ ഓഗസ്റ്റ് 11 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിർവഹിച്ചു. കൈക്കാരന്മാരായ പോൾ മാത്യൂസ്, ടോണി റാഫേൽ എന്നിവർ കൂപ്പൺ ഏറ്റുവാങ്ങി. സെക്രട്ടറി ഷാബി ഷാജൻ, ജോയിന്റ് സെക്രട്ടറി അലക്സ് ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. സഭയുടെ വിവിധ ഇടവകകളിൽ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പ്രാണൻ വെടിഞ്ഞ മക്കൾക്കു വേണ്ടി പ്രാർത്ഥനകൾ കഴിക്കുകയും പൊതു അനീത ശുശ്രൂഷ നടത്തുകയും ചെയ്തു. പറോട്ടാനിമാർ അദായ് സ്ലീഹപ്പള്ളിയിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2024 ഓഗസ്റ്റ് 11 ഞായറാഴ്ച പ്രാർത്ഥനാ ദിനം ആചരിച്ചു. വിശുദ്ധ കുർബാനയിൽ അഭിയുന്നമാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത കാർമ്മികനായി പ്രത്യേക പ്രാർത്ഥന നടത്തി. വയനാടിനായി പ്രത്യേകിച്ച് സ്വസ്ത്രക്കാഴ്ച സമർപ്പണവും നടന്നു. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായുള്ള അനീത ശുശ്രൂഷയ്ക്ക് അഭിയുന്ന തിരുമേനിയും വികാരി റവറൻ റൂണോ വർഗീസ് കശീശയും നേതൃത്വം നൽകി. പാരിഷ് കൗൺസിൽ തീരുമാനമനുസരിച്ച് തുടർന്നുള്ള ഓഗസ്റ്റ് 15, 16, 18 ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലെ സ്വസ്ത്രക്കാഴ്ചയും വയനാടിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മാംദാന പള്ളി ഇടവകയിൽ 2024 ഓഗസ്റ്റ് 11 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പ്രാണൻ വെടിഞ്ഞ മക്കൾക്കു വേണ്ടി പൊതു അനീത ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ സിജോ ജോണി കശീശയും സഹവികാരി ബഹുമാനപ്പെട്ട അബിം ബാബു കശീശയും നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പടിഞ്ഞാറേക്കോട്ട മാർ ഓഗിൻ തുവാന പള്ളിയിലും കുരിയച്ചിറ മാർ മാറിസ്ലിഹ പള്ളിയിലും 2024 ഓഗസ്റ്റ് 4 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക പ്രാർത്ഥനയും അനീത ശുശ്രൂഷയും നടത്തി. വിശുദ്ധ കന്യക മാർത്തുമറിയത്തിന്റെ വേർപാടിനെ അനുസ്മരിച്ചും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനവും വിവിധ ഇടവകകളിൽ സമുചിതമായി ആഘോഷിച്ചു. കരുതൽ ഭിന്നശേഷി കൂട്ടായ്മയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 2024 ഓഗസ്റ്റ് 25. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രാണൻ നഷ്ടപ്പെട്ട ഇവർക്കുമായി സഭയിലെ വിവിധ ഇടവകകളിൽ പ്രാർത്ഥനകളും പൊതു അനീതയും നടത്തി. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.